എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ അടുത്തിരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധി OS ചന്ദ്രേട്ടനെ ചാലക്കുടിക്കാർക്ക് പ്രത്യേക മുഖവരയോട് കൂടിയിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇല്ല. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമുക്കറിയാം, സുരക്ഷിതമായിട്ടുള്ള മണ്ഡലങ്ങളായിരിക്കും എല്ലാവർക്കും താല്പര്യം. സുരക്ഷിതമായ സ്ഥലങ്ങൾ നോക്കി തിരഞ്ഞെടുത്ത് അവിടെ മത്സരിക്കുക. പക്ഷേ OS ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാലക്കുടിക്കാരൻ, അദ്ദേഹം തിരഞ്ഞെടുത്ത മണ്ഡലം ഏറ്റവും CPM-ന് ഏറ്റവും അടിത്തറയുള്ളൊരു മണ്ഡലമായിരുന്നു. അത് നമ്മുടെ ഗാന്ധിനഗർ 15-ാം വാർഡ്, നമ്മുടെ 52 ഉന്നതി വാർഡ് എന്ന് പറയുന്ന ആ വാർഡ് CPM-ന് ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ച ഒരു മേഖല. ആ മേഖല എനിക്ക് തന്നാൽ മതി, ആ മേഖലയിൽ ഞാൻ മത്സരിച്ചോളാം. അങ്ങനെ മത്സരത്തിൽ തുടക്കം മുതൽ അദ്ദേഹം കൃത്യമായ ചിട്ടയാർന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നേറി എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ 7 സീറ്റുകൾ LDF-ന് കിട്ടുമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞ ആ സീറ്റുകളിൽ ഒന്നായിരുന്നു ഈ ഗാന്ധിനഗർ സീറ്റ്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ OS ചന്ദ്രേട്ടൻ നെപ്പോളിയൻ ചന്ദ്രനായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് നെപ്പോളിയൻ ബോണപ്പട്ട്. അദ്ദേഹത്തെ പോലെ അദ്ദേഹം നെപ്പോളിയൻ ചന്ദ്രനായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ്. അദ്ദേഹം ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള OS ചന്ദ്രേട്ടനെ ആ വാർഡിൽ കാത്തിരുന്നത് അത്ര നിസ്സാരമായ സംഭവങ്ങളല്ല. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു. OS ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന നമ്മളുടെ കൗൺസിലർ ജനപ്രതിനിധിക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ജനവിരുദ്ധമായിട്ടുള്ള ചില ഇടപെടലുകൾ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ചില ആളുകൾ നടത്തുന്നു. ഇത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. നമുക്ക് OS ചന്ദ്രേട്ടനോട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ചില സംഭവവാസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ വന്നിട്ടുള്ളത്. ചന്ദ്രേട്ടൻ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് OS ചന്ദ്രേട്ടനല്ല, നെപ്പോളിയൻ ചന്ദ്രൻ എന്നാണ്. എന്താണ് ഈ നെപ്പോളിയൻ ബോണപ്പട്ടിനോടുള്ള ഇത്ര താല്പര്യം? ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ പുസ്തകം വായന നിർത്തിയത്. ഇപ്പൊ എനിക്ക് ചാരായ ഷാപ്പിലാണ് ജോലി ആയിരുന്നത്. 1976 ഞാൻ ചാലക്കുടിയിൽ വരുന്നത്. ഞാൻ ചാലക്കുടിക്കാരനല്ല, 50 വർഷമായി. അങ്ങനെ ഞാനിവിടെ വന്ന് ആദ്യത്തെ ഒരു കൊല്ലം കള്ള് ഷാപ്പിലും, പിന്നത്തെ 3 വർഷം ചാരായത്തിന്റെ ഓഫീസിൽ ഞാൻ ഡിപ്പോ മാനേജറായിരുന്നു, അസിസ്റ്റന്റ് ഡിപ്പോ മാനേജറായിരുന്നു. അത് കഴിഞ്ഞ് 1980 ഞാൻ ചാരായ ഷാപ്പിലേക്ക് പോകുന്നത്. ഈ ചാരായ ഷാപ്പിൽ ജോലി ചെയ്തു എന്ന് പറയാനായിട്ട് എനിക്കൊരു അഭിമാനക്കുറവില്ല. അവിടെ നമുക്കറിയാം, ആളുകൾക്ക് ചാരായം കൊടുക്കുക, അവർ ക്ലാസ് തിരിച്ചു തരുമ്പോൾ അത് കഴുകുക, അതാണ് ജോലി. എങ്കിൽ പോലും ഭേദപ്പെട്ട വേതനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി സുഖമായി ജീവിച്ചു വന്നിരുന്നു. 22 വർഷക്കാലം അങ്ങനെ ജോലി ചെയ്തു. അതിനിടയിൽ ഒരു 9 വർഷം ഞാൻ ചാരായ ഷാപ്പിന്റെ എന്താ പറയാ കോൺട്രാക്ടറായി. ഞങ്ങൾ 5 പേര് കൂടി ഒരു കമ്പനി തുടങ്ങി കോൺട്രാക്ടറായി. 96 ആ കമ്പനി അവസാനിച്ചു, ചാരായം അവസാനിച്ചു. അങ്ങനെ ആ ഒരു ചാരായത്തിന്റെ യുഗം അവസാനിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 1990 ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പൊ കല്യാണം കഴിച്ച് 91 എനിക്ക് മകനുണ്ടായി. പിന്നെ 93 മറ്റൊരു മകനുണ്ടായി. ഈ ചാരായ ഷാപ്പ് നിർത്തിയതിന് ശേഷമാണ് 3ാമത്തെ മകൻ പറക്കുന്നത്. മാർച്ചിൽ ചാരായ അവസാനിച്ചു. അങ്ങനെ ഒരു മകൻ കൂടി എനിക്ക്. അങ്ങനെ 3 ആമക്കളാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം അതിനോടൊപ്പം തന്നെ? അതെ, രാഷ്ട്രീയത്തിൽ ഞാൻ ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തിലുണ്ട്. ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണം എന്തായിരുന്നു? അതായത് ഞാനവിടെ ചെറുപ്പത്തിലെ ചെറിയ ക്ലബ്ബുകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ സുധീരേട്ടനാണ്, VM സുധീരനാണ് എന്നെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. ചേട്ടന്റെ ജോലിയുമായി നേരെ അതെ, അന്ന് ജോലി ഇല്ലല്ലോ, അന്ന് ചെറുപ്പമാണല്ലോ, 12 വയസ്സിൽ. അപ്പൊ ഞാൻ അന്തികാട് സ്കൂളിൽ നിന്ന് പഠിച്ചത്. അപ്പൊ അന്തികാട് സ്കൂളിൽ ഞാൻ തെരഞ്ഞെടുപ്പിനൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ 9ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പ് നിർത്തി ജോലിക്ക് പോരേണ്ടി വന്നു. വീട്ടിലൊക്കെ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും 4 പെങ്ങന്മാരും ഞാനും എൻ്റെ ഒരു അനുജനും, അങ്ങനെ 6-8 ആളടങ്ങുന്ന കുടുംബമായിരുന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് വന്നതിന് ശേഷം വീട്ടിലൊരു ഉന്നതി എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഞാൻ തന്നെ എൻ്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഇതിലേക്ക് വന്നത്. അപ്പോഴും ഞാൻ അന്നും സ്കൂളിൽ ലൈബ്രറിയിലും അതുപോലെ പുറത്ത് ലൈബ്രറിയിൽ, ഇപ്പോൾ ചാലക്കുടിയിൽ മുനിസിപ്പൽ ലൈബ്രറിയിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ പടിഞ്ഞാറ് ചാലക്കുടിയിൽ ഞാൻ ഒരു കൊല്ലം അവിടെ പടിഞ്ഞാറ് ചാലക്കുടിയിൽ റെയിൽവേ സ്റ്റേഷൻ ഷാപ്പിൽ ജോലി ചെയ്തു. അപ്പോൾ അവിടെ ഒരു റിപ്പബ്ലിക് ലൈബ്രറി ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പോയി പുസ്തകങ്ങൾ വായിക്കും. അപ്പോൾ അതിലെനിക്ക് നെപ്പോളിയന്റെ ജീവചരിത്രമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ആപ്തവാക്യം ഉണ്ടല്ലോ, പരിശ്രമിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളൊരു ആപ്തവാക്യം. പിന്നെ പറഞ്ഞാൽ വെച്ചാൽ അദ്ദേഹം ധീരനായിരുന്നു, നല്ല മനക്കരുത്തുള്ള ഒരാളായിരുന്നു. എനിക്ക് അത്യാവശ്യം മനക്കരുത്തൊക്കെ ഉണ്ട്. അതിൽ പറയണതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനായിട്ട് അടുപ്പമുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൂടി അദ്ദേഹത്തിനൊരു നിറഞ്ഞു തുളുമ്പുന്ന ഒരു കപ്പിൽ ചായ കൊടുത്തു. ആ ചായ കൊടുക്കുന്ന നേരത്ത് ചുറ്റും പീരങ്കികൾ മുഴങ്ങിന്ന് പറയണേ. അതുകൊണ്ട് ഇതിൽ ഒരു തുള്ളി ചായ പോലും അതിൽ നിന്ന് തുളുമ്പി പോയില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ഒരു നെപ്പോളിയനെ ആരെ ഇഷ്ടപ്പെടാതിരിക്കുക? ചന്ദ്രേട്ടൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ
ഇപ്പൊ ഈ തെരഞ്ഞെടുത്ത 22 UDF കൗൺസിലർമാർ, UDF 22 കൗൺസിലർമാരുണ്ട്. ഇപ്പൊ ബിൽഫി ജോർജ് സ്വാഭാവികമായിട്ട് UDF സപ്പോർട്ട് ചെയ്യാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മാറ്റം ചെയ്തില്ലെങ്കിലും 22 പേരുണ്ട്. ഈ 22 പേരിൽ ചാലക്കുടി നഗരസഭയിലെ UDF സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അതിന് എന്നെ പോലുള്ള ഒരു ഉത്തരം പറയാ, അത് OS ചന്ദ്രേട്ടൻ എന്നായിരിക്കും. അങ്ങനെ സൂപ്പർ സ്റ്റാർ ആണെന്ന്, സൂപ്പർ സ്റ്റാർ ആണ് ചന്ദ്രേട്ടൻ, സൂപ്പർ സ്റ്റാർ ചന്ദ്രേട്ടൻ. അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർ ചന്ദ്രേട്ടന് അർഹമായ പരിഗണന ഈ ഭരണസമിതിയിൽ ഉണ്ടാകേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ചന്ദ്രേട്ടൻ ഫാനാണ് ഞാൻ. അങ്ങേക്ക് ഒരു വൈസ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കിട്ടാൻ അർഹതയില്ലേ? അത് തീർച്ചയായിട്ടും അങ്ങേക്ക് കിട്ടേണ്ടതല്ലേ? പാർട്ടിയിൽ ഇപ്പൊ ഈ ജയിച്ചു വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ വെച്ച് പാർട്ടിയിൽ സീനിയർ ഞാനാണ്. പാർട്ടിയിൽ ഞാൻ UDF കൺവീനറാണ്. മാത്രമല്ല ഇവരൊക്കെ പാർട്ടിയിൽ വരും മുമ്പ് പാർട്ടിയെ നയിച്ചിരുന്ന ഒരാളാണ് ഞാൻ. സംഘടനാ സംവിധാനത്തിൽ ഞാൻ UV തോമസ് ഏട്ടൻ ഉള്ള സമയത്ത് മുതൽ പാർട്ടിനും, അതുപോലെ ഒരു കാര്യം പറയാലോ, ഈ പാർട്ടിയിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അതില് മേജർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. ഐ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. പാർലമെന്റ് സംവിധാനത്തിൽ വരുമ്പോൾ എന്നെക്കാളും ഞാനിപ്പോ ജയിച്ചു വന്നല്ലോ, സീനിയർ ആയിട്ടുള്ള ആളുകൾ ഇപ്പോ ബിജു, KV പോള്, ഷിബു ആലപ്പ, അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അവരുണ്ടെന്നുള്ളത്. അതുപോലെ പാർട്ടിയിൽ സീനിയർ ഞാനാണ് എന്ന് അതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നെ അവോയ്ഡ് ചെയ്യുമെന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. ഏറ്റവും തിളക്കമാർന്ന വിജയമാണ്. തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തടിച്ചുകൂടിയ ആളുകളുടെ ഇടയിൽ ഈ 15-ാം വാർഡ്, അതാ 15 വരണ്ട് എന്ന് പറഞ്ഞ് CPM പ്രവർത്തകർ വലിയ ആവേശത്തിൽ നിൽക്കണം കൊടി ഉയർത്താൻ. അതിൻ്റെ ഇടയിലാണ് ഈ കാട്ടുതീ പോലെ ഈ വാർത്ത വരുന്നത്. 15 പോയി. അപ്പോൾ ഇങ്ങനെ എതിർ സ്ഥാനാർത്ഥിയുള്ള K അജിതേട്ടൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ ഈ CPM പ്രവർത്തകർ ഇങ്ങനെ വന്നിട്ട് ആളെ കെട്ടിപ്പിടിച്ച് കരയാണ്. വിശ്വസിക്കാൻ പറ്റില്ല, ഇങ്ങനെ കരഞ്ഞിട്ടാണ് പോകണം. അപ്പോൾ അജിതേട്ടനും അത് ഇതിങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ ജനവിധിനെ അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പറ്റാത്ത രീതിയിൽ അദ്ദേഹം മുൻ കൗൺസിലറായിട്ടുള്ള ഗണേശേട്ടനും കൂടി ഇങ്ങനെ പോകണം. ഇവർ കരഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ജനവിധി ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടില്ലേ? ജനവിധി അംഗീകരിച്ച് കഴിഞ്ഞിട്ട് ഇല്ലേ? അതിന്റെ മേലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചന്ദ്രേട്ടൻ അനുഭവിക്കുന്നു? തീർച്ചയായിട്ടും. അതായത് ആ വാർഡിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ജയിക്കുന്നു. എനിക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സംഭവം ജയിച്ചു, പക്ഷെ ജയിക്കും മുമ്പ് ഈ വോട്ട് പെട്ടിയിലായി കിടക്കുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെ പല ആളുകൾ ഇവർ തല്ലി. മുള്ളംകുഴി ജോസ് എന്ന് പറയുന്ന ഒരാള്, ഒരു മഹാപാവം, പിറ്റേ ദിവസം ഇലക്ഷൻ കഴിഞ്ഞ് അതിന് പിറ്റേ ദിവസം ഈ ഫ്ലക്സ് കഴിച്ചു വരിക. ഇലക്ഷൻ കഴിഞ്ഞതിന് പിറ്റേ ദിവസം, അതായത് 12-ാം തീയതി. അപ്പോൾ വണ്ടിയിൽ സ്ഥലമില്ല, അയാൾ നടന്നു വരുമ്പോൾ അയാളെ ഹഷീബ് എന്ന പേരുള്ള ഒരാള്, ഹഷീബ് പിന്നെ അവന്റെ ചേട്ടനുണ്ടായിരുന്നു കൂടെ. ചേട്ടനൊന്നും ചെയ്തില്ല. ഹഷീബ് വയറുമിടിക്കലും ചെകിട്ടത്ത് മാറി അടിക്കലും ഉണ്ടായി. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വേദന ഉണ്ടായ ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ എനിക്കാണെങ്കിൽ, എന്നെ തല്ലാണെങ്കിൽ എനിക്ക് വിഷമമില്ല, പക്ഷെ എനിക്ക് വേണ്ടി രാവും പകലില്ലാണ്ട് ജോലി ചെയ്ത അല്ലാണ്ട് അയാളൊരു അനാവശ്യം പറയില്ല. എന്നിട്ട് ഈ മറുവിഭാഗക്കാരോട് ഞാൻ എന്തിനാ അയാളെ, ആ മഹാപാവത്തിനെ എന്തിനാ തല്ലിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അജിതൻ എന്നോട് പറഞ്ഞതാണ്. അജിതൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അജിതൻ ഇവിടെ സ്ഥലത്തെ ഒരു പാർട്ടിയുടെ, അതും ഇപ്പോഴത്തെ ലീഡിങ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മാരിൽ ഒരാളാണ്. ആൾ പറയണ വെച്ചാല് അതിലെ ആ സ്ക്വാഡ് വർക്ക് അയാളുടെ വീടിന് മുമ്പിൽ കൂടെ പോയപ്പോ ഇയാള് 41 പെണ്ണുങ്ങളുണ്ടായിരുന്നു, അവരെ കൂത്തിച്ചോളെന്ന് വിളിച്ചോന്നാ പറഞ്ഞത്. എന്റെ അനുഭവത്തില് പറയുമ്പോ ഒരു അയാൾ തെറി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്താണ് അയാളായിട്ട് ബന്ധമുണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇയാൾ BJP കൂടിയായിരുന്നു. അന്ന് ഇവർക്ക് ആർക്കും വിഷമം ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമുള്ള 5 വർഷക്കാലം അയാൾ കള്ളുപിടിക്കുന്നതുകൊണ്ടും അയാൾ വർത്തമാനം പറയുന്നതുകൊണ്ടും അവർക്കൊരു കുഴപ്പമുണ്ടായില്ല. വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണമാണ് അത്. കാരണം ഇത് പറയല്ലോ, പെണ്ണുങ്ങളെ ചീത്ത പറഞ്ഞു, പെണ്ണുങ്ങളെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞാല് ഉണ്ടാവുമല്ലോ. ആ രീതിയിലാണ് അത് മുള്ളംകുഴി ജോസിനെ തല്ലിയത്. അയാൾ പരാതി കൊടുത്തിരുന്നു. പോലീസിന്റെ ഭാഗത്ത് ഇതുവരെ അയാളെ വിളിപ്പിക്കുക, ഇനി എന്നെ വിളിപ്പിക്കുക, അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടായില്ല. അതിന്റെ പിറ്റേ ദിവസമാണ് മുട്ടത്ത് ഒരു ലിജോ എന്ന് പറഞ്ഞിട്ടൊരു മുട്ടത്ത് വിൽസൺ മകൻ ലിജോ. അവനിപ്പോ എന്ന് വെച്ചാൽ അവൻ എന്റെ അടുത്തൊന്ന് വന്നു എന്നുള്ളൂ. അവൻ ഫുള്ളായിട്ട് പ്രവർത്തിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ആയിട്ട് ഒരു സൗഹൃദത്തിന്റെ പേരിലൊന്ന് ഇടപെട്ടു, അത്ര മാത്രമല്ലോ. അവനെ ഈ ഹഷീബന്നെ അടിച്ച കിട്ടുന്ന ഈ കാലമായിട്ട് കിടന്നിരുന്നത്. അതേപോലെ വേലപ്പൻ എന്ന് പറഞ്ഞൊരു ആള്, ഇവരുടെ തന്നെ മുന്നേ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയി പ്രവർത്തിച്ച ഒരാളാണ്. അയാൾ പിന്നീട് BJP പോയി. പക്ഷെ എന്നോടുള്ള താല്പര്യം കൊണ്ട് എൻ്റെ കൂടെ വർക്കിനൊക്കെ ഇറങ്ങി. അപ്പൊ അയാളെ കൈ പിടിച്ച് തിരിച്ചു. അതും ഈ ഹഷീബ് തന്നെയാണ്. അപ്പൊ ഞാനിത് ഈ ഹഷീബിനെ വിളിച്ചു ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ എന്റെ പെണ്ണിനെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തിനാ പറയണേ, എന്നെ ഈ അജിതിന്റെ ചേട്ടൻ ഈ ബൂത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇടിക്കാനും കയ്യൊക്കെ ഓങ്ങി. അപ്പൊ ഞാൻ നല്ല ആത്മധൈര്യമുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിൽക്കുന്നത് എന്റെ ഔദാര്യത്തിലാ, നീ 100 മീറ്ററിന് പുറത്തേക്ക് ഞാൻ ആക്കണമെന്ന് വെച്ചു. ഇത് കഴിട്ടാൻ നിന്നെ ശരിയാക്കി തരാന്ന് പറഞ്ഞു.
എനിക്ക് നമ്മുടെ പഴയ മേലൂരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതെ അങ്ങനെയാണ്. അന്ന് ഇലക്ഷൻ നാള് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് അന്ന് ഒരു ഇലക്ഷൻ കഴിഞ്ഞെന്ന് രാത്രി പുറത്തുനിന്ന് ഗുണ്ടകൾ വന്ന് റൂട്ട് മാർച്ച്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും പുറത്തിറങ്ങണ്ട, അവരെന്താ കാട്ടിപ്പോക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കുറച്ച് ഫ്ലെക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, മാറ്റാത്ത ഫ്ലെക്സുകൾ ഉണ്ടായിരുന്നു, ഒരു വീടുകളുടെ ഇത് വെച്ചാൽ അതൊക്കെ തല്ലി പൊളിച്ചു പോയി. അത് ആരാന്ന് എനിക്ക് അറിയില്ല. വോട്ടെണ്ണാൻ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ അജിതിനോട് സംസാരിച്ചു, അജിതൻ നീ ഉയർന്ന നേതാവാണ്, നീ ഈ വിഷയങ്ങളൊക്കെ മറന്നു കളാ. ഇപ്പൊ നാളെ ഇപ്പൊ ഇത് എണ്ണി കഴിഞ്ഞാൽ നീ ജയിച്ചാൽ ഞാൻ അംഗീകരിക്കും, ഞാൻ ജയിച്ചാൽ നീയും അംഗീകരിക്കും. അതെ, അതില് വേറെ ഇതൊന്നും വേണ്ട, നമ്മൾ തമ്മിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വേണ്ട. 11-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇതിപ്പോ ഇന്ന് റിസൾട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ ജയിക്കുള്ളൂ. ആ ജയിച്ച ആ പരസ്പരം അംഗീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. നീ ഒന്ന് സഹായിക്കുക എന്നെ, എന്നാലും നിന്നെക്കാളും പ്രായം കൂടിയ ആളല്ലേ ഞാൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഒരു പൊടിക്ക് അമ്പലം വില്ലിനെ എടുക്കണില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അതിനുശേഷം ഞാൻ ഈ ഹഷീബിനെ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം അജിതൻ എന്നെ വിളിക്കണേ ഇവിടുത്തെ മൈസൂരായിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്നൊന്നും ശരിയല്ല, അത് തനിക്ക് തോന്നുന്നല്ലേ എന്നുള്ള രീതിയിലാണ്, ഇനിയും ഇത് തുടരും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചത്. തുടരും, തല്ലല് തുടരും. 41 സ്ത്രീകൾ പോകുമ്പോ തെറി പറഞ്ഞാണ്, കൂത്തിച്ചിന്ന് വിളിച്ചാണ്. ഈ ഒരാളെ തല്ലുള്ളൂ, ഇനി 40 ആൾ കൂടി ഇയാളെ തല്ലാൻ ഇരിക്കുന്നെന്ന് പറഞ്ഞു. 40 ഇയാളെ തല്ല 41 സ്ത്രീകൾ പോയ സ്കോഡിനെ തെറി പറഞ്ഞെന്നാ പറയണേ. അപ്പൊ ഒരാളുടെ ഭർത്താവ് തല്ലി, ഇനി 40 ആളും കൂടി വരാണ്ട് തല്ലാൻ എന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്താണെങ്കിൽ ചെല്ല്, നിങ്ങൾക്ക് അയാളെ തല്ലി കൊന്നിട്ടാണ് സംതൃപ്തി അടയുന്ന വെച്ചാൽ നീ അടഞ്ഞോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറണേ. വോട്ടെണ്ണാൻ. അപ്പൊ വോട്ടെണ്ണാൻ പോയി, വോട്ടെണ്ണി കഴിഞ്ഞു. അതില് എന്തൊക്കെയായാലും ശരി, എനിക്ക് 501 വോട്ടാണ് ഇത് കിട്ടിയത്. അതിന് മുമ്പ് 4 വോട്ടുണ്ടായിരുന്നു മറ്റേ പോസ്റ്റിലോട്ട്, അത് 4ഉം എനിക്കായിരുന്നു. അങ്ങനെ എനിക്ക് 505 വോട്ട് കിട്ടി. അജിതന് 491 വോട്ട് കിട്ടി. അങ്ങനെ 14 വോട്ടിന് ജയിച്ചു. ആ വിജയം അംഗീകരിക്കണം, തീർച്ചയായിട്ടും. ഞങ്ങളുടെ പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ പൈലപ്പൻ തോറ്റു, ഞങ്ങൾ അംഗീകരിച്ചില്ലേ? ആരെങ്കിലും വടിയെടുക്കാനോ തെറി പറയാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ വല്ല കാര്യത്തിന് പോയോ? എനിക്ക് പേടിയില്ല, എനിക്ക് ഭയമില്ല. ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്, തല്ലുകൊള്ളാൻ തയ്യാറാണ്. എനിക്ക് തല്ലുകൊള്ളട്ടെ, അപ്പൊ പിന്നെ ഞാൻ എന്താവും എങ്ങനെയാവും എന്നുള്ളത് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. എന്നോട് എത്ര പേരെ പറഞ്ഞാൽ ഇത് മാറണം, ഇത് അവസാനിപ്പിക്കണം. അവരാണ് അവസാനിപ്പിച്ചത്, ചന്ദ്രനല്ല. അവിടുത്തെ ജനങ്ങളാണ് ഇത് അവസാനിപ്പിച്ചത്. ഇതൊരു ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു കറുത്ത അധ്യായമായിട്ട് ഈ 15-ാം വാർഡിലെ തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ? പഴയ മേലൂർ എന്നൊക്കെ പറഞ്ഞ പോലെ സ്ഥിതിയല്ല ഇവിടെ? തീർച്ചയായിട്ടും ഇവിടെ, അതായത് ഇപ്പൊ നമ്മൾ അവിടെയുള്ള ആളുകൾ ആരും എന്നെ തല്ലില്ല. പുറത്തുനിന്നുള്ള ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുറത്തുനിന്ന് ആള് വരുന്നുണ്ട്, അവിടെ പുറത്തുനിന്ന് ആളുകൾ വരുന്നു. അതായത് അങ്ങേ ടാർഗറ്റ് ചെയ്ത് എന്നെ ടാർഗറ്റ് ചെയ്താണെന്ന് അറിയില്ല. പുറത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു റൂട്ട് മാർച്ച്, അത് ഇവിടെയുള്ള ആളുകളല്ല. ഇപ്പൊ ഇലക്ഷന് ഇത് കഴിഞ്ഞു, പെട്ടി കൂട്ടാൻ സമയത്ത് അവിടെയുള്ള ഈ ആളുകളുടെ ഒരു നിര ഞാൻ അവിടെ കണ്ടു. കാരണം ഈ ദിവസങ്ങളെ കൊണ്ട് ഇപ്പൊ 2 കൊല്ലക്കാലമായി ഞാൻ അതിൻ്റെ ഉള്ളില്. അപ്പൊ അതിന്റെ ഉള്ളിലെ ആണിനും പെണ്ണിനും കുട്ടികളും ഒക്കെ എനിക്കറിയാം. അപ്പൊ അവിടെ അല്ലാത്ത ആളുകളെ അവിടെ കണ്ടു ഞാൻ. അപ്പൊ ഇത് ഏറ്റവും ഈ ചാലക്കുടി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർഡാണ്. നിർഭാഗ്യവശാല് അവിടെ വികസനം എന്ന് പറയുന്നതൊന്നും എത്തി നോക്കിയിട്ടില്ല. അവിടെ ആകെ എന്റെ കാഴ്ചപ്പാടല്ല, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 1995 ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാള് കെ വത്സൻ കൗൺസിലർ ആയിരുന്ന കാലത്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. അന്നത്തെ ഒരു ഭയങ്കര സ്ഥല പരിമിതിയും അതുപോലെ അത് പണിതും അതിന്റെ പരിമിതിയൊക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റി ഹാള്, അത് ഒഴിച്ച് ഒരു വികസനവും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എല്ലാവരോടും ബഹുമാനത്തോടു കൂടി സംസാരിക്കാറുള്ളൂ. അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ ഇപ്പൊ ദേവസ്വേട്ടൻ ഇവിടുത്തെ മുൻ MLA, അതുപോലെ PK ഗിരിജാവല്ലഭൻ, അതുപോലെ അന്തരിച്ച ശ്രീധരൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അതുപോലെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ ഒക്കെ പറയാം. ഇപ്പൊ ജില്ലാന്റണി ഞാനായിട്ട് ഒരു ഫൈറ്റ് ആയിട്ടാണ് തുടക്കം, പക്ഷെ ഞാൻ നല്ല അടുപ്പാണ്. അതുപോലെ നിതിൻ പുല്ലൻ ഡേവിസന്റെ പയ്യൻ, ഞാൻ അവനെ നീ ഡേവിസന്റെ പയ്യനല്ലേ എന്ന് ചോദിച്ചിട്ട് പരിചയപ്പെടുന്നത്. അവർക്കായിട്ട് നല്ല അടുപ്പാണ്. ആ ബഹുമാനം അവർ എനിക്ക് തിരിച്ചു തരുന്നുണ്ട്, നല്ല അടുപ്പം ആണ്. പിന്നെ അതുപോലെ ഇവിടെ ഷക്കീർ, അവനും ഒരു ഇടതുപക്ഷക്കാരനൊക്കെ ഉള്ള അങ്ങനെയുള്ള ആളുകൾ, ഒട്ടനവധി ആളുകളായിട്ട് ഞാൻ നല്ല ബന്ധത്തിലാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം ഇങ്ങനെ അനുസൃതമായിട്ട് പോകുമ്പോൾ ചന്ദ്രന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വാർഡ്, ഗാന്ധിനഗർ വാർഡ്, 52 പഴയ 52 വാർഡ്, അവിടെ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ അഭിമുഖീകരിക്കേണ്ടി വന്ന വെല്ലുവിളികൾ ഒരുപാടുണ്ടാവും. അതിലേതെങ്കിലും ടച്ചബിളായിട്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അനുഭവങ്ങൾ ചന്ദ്രൻ ഓർമ്മയുണ്ടോ? അവിടെ ഞാൻ ഇറങ്ങി തുടങ്ങി അങ്ങനെ ഇവരൊക്കെ ആയിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ജനങ്ങൾക്കൊരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം. അതെ, അവർക്ക് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയമാണ്. കാരണം അവര് കാണുമോ, അവരറിയുമോ. അപ്പൊ അവർക്ക് സംസാരിക്കാൻ പറയാൻ വലിയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല.
അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും, ആരെ പേടിക്കണേ? ഇത് ജനാധിപത്യ രാജ്യമല്ലേ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ളവരോട് സംസാരിച്ചൂടെ, ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചൂടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചൂടെ, അതിന് ആരെ പേടിക്കണേ? ആരെ പേടിക്കേണ്ട കാര്യം ധരിക്കണേ? അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. നമ്മൾ നല്ല സ്വാതന്ത്ര്യത്തിന്റെ നല്ല വെളിച്ചം, നല്ല വായു ശ്വസിക്കുന്ന ആളുകളാണ്, നിങ്ങൾ പേടിക്കരുത് എന്ന് പറഞ്ഞു. എന്നാലും അവർക്ക് ഇങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു. അവരറിയണ്ട, അവർ കാണണ്ട. അതുപോലെ ഒട്ടനവധി വീടുകളിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ മാറ്റം അവർക്ക് തുറന്നു പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് വെച്ചാല്, ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ, 4 വോട്ട് ഈ വീട്ടിലുണ്ട്, ആ വോട്ട് ചേട്ടനുള്ളതാണ്, ഒരു വെറുതെ പറയല്ല, ശരിയാക്കാം എന്ന് പറഞ്ഞ പോരെ. പക്ഷെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കാണ് ആ വോട്ട്. പക്ഷെ ഞങ്ങൾ ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ അവരെ ജാഥയിൽ പോവും, അവർ വിളിക്കുമ്പോൾ യോഗത്തിൽ പോവും, അതിലൊന്നും വിഷമം വിചാരിക്കരുത്. ഞങ്ങൾ വേണമെങ്കിൽ വോട്ട് ചെയ്യുന്നത് ഫോട്ടോ എടുത്തുകൊണ്ട് കാണിച്ചുതരാം വന്നു. അപ്പൊ ഞാൻ ഒരിക്കലും വേണ്ട, അത് നിങ്ങളെ ഞാൻ വിശ്വാസത്തിൽ എടുക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുപോലെ ഈ വാർഡിൽ എന്തെങ്കിലും ഒരു കൗൺസിലർക്ക്, ഒരു സാധാരണ കൗൺസിലർക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. പിന്നെ എത്രയും വേഗം ഞങ്ങൾക്ക് ഈ മറ്റേ 95 പണിതല്ലേ കമ്മ്യൂണിറ്റികൾ, അതൊക്കെ പൊളിച്ചേറി വിയാർപുരം പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റികൾ ആഗ്രഹിച്ചൂടെ? എനിക്ക് ആഗ്രഹിച്ചൂടെ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഹാള് പണിയാനുള്ള ഒരു സൗകര്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം, അതിനുള്ള ഫണ്ട് തരണം. അപ്പൊ MLA എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും ചെന്നേട്ടാ, അടുത്ത പ്രാവശ്യം ഞാൻ MLA ആവാനായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വാർഡിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയ ഭൂരിപക്ഷം അല്ല ഉണ്ടാവുക, എനിക്ക് കിട്ടിയ ഭൂരിപക്ഷവും ഞാൻ അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവും. വാർഡിൽ നിന്ന് മാത്രമല്ല, ബൂത്തിൽ നിന്നുണ്ടാവും. അപ്പൊ പിന്നെ നിങ്ങളല്ലാണ്ട് ആരാ ജയിക്കുക? നിങ്ങൾ ജയിക്കുമ്പോ അപ്പൊ ഇതിപ്പോ കമ്മിറ്റി ചെയ്തിരിക്കുന്നു കേട്ടോ, ആ പൈസയൊക്കെ ഞങ്ങളുടെ വാർഡിലേക്ക് തരണം. ഞങ്ങളെ ഇതുവരെ വികസനം ഒന്നും തൊട്ട് തീണ്ടാത്ത ഒരു സ്ഥലമാണ്, അപ്പൊ അവിടേക്ക് തന്ന് സഹായിക്കണമെന്ന് MLA ഒരു ആവശ്യപ്പെട്ടു. ഈ UDF കൗൺസിലർമാരിൽ തന്നെ ചെറുപ്പക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അപ്പുറത്തെ LDF പുതിയ ചെറുപ്പക്കാരെ കുറെ പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതില് എൻ്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോ പൈലപ്പൻ തന്നെ മത്സരിക്കുന്നത് ഏഴാമത്തെ പ്രാവശ്യം. ഇപ്പൊ പൈലപ്പൻ തോൽക്കാനായിട്ട് ഒരു പരിധി വരെ കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ ഞാൻ ഇനി ഇല്ല, അതെ ഞാൻ ഇനി ഇല്ല, അതുപോലെ പറയാം പ്രവർത്തകരിൽ പലയിടത്തും ഞാൻ ഇനി ഇല്ല, ആയതുകൊണ്ട് എനിക്ക് ചെയർമാൻ ആവണം ആദ്യം എന്നുള്ളൊരു ഇത് വെച്ചിരുന്നു. അത് ഞാൻ എന്താ വെച്ചാല് ഈ പാർലമെന്റ് മോഹം എന്ന് പറഞ്ഞാൽ അതിനതിരില്ല. പാർലമെന്റ് മോഹം ഇല്ലാത്തവൻ രാഷ്ട്രീയക്കാരനല്ലെന്ന് പറയാ. പക്ഷെ ഈ പൈലപ്പനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തിരി ഓവറായി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. 6 തവണ 30 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ആകെ പറയുന്നത് 70 വയസ്സിന് ആവറേജ്. അതെ, അതിന് 30 കൊല്ലം ജനപ്രതിയായി ഇനി ഒരു പുഷപ്പ് വേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ പല ആളുകളും ഉണ്ട്. അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു, ആലീസ് ഷിബു ആലപ്പനും ഞാൻ പറഞ്ഞത് അവര് രണ്ടുപേരും നാടിന് ആവശ്യമാണ്. പക്ഷെ ഇത്തവണ അവരിൽ ഒരാൾക്ക് മാറി നിൽക്കായിരുന്നു. ഒരാൾ ഈ പറഞ്ഞോണം ചെയർപേഴ്സൺ ആവാൻ യോഗ്യതയുള്ള ആളാണ്, വനിതയാണ്, തീർച്ചയായിട്ടും നിൽക്കട്ടെ. അത് തന്നെ ഷിബു ആലപ്പന്റെ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടായി. അതേസമയം മറ്റൊരു ചെയർമാനല്ലേ ശ്രീ എബി ജോർജ് മത്സരത്തിൽ നിന്ന് മാറി നിന്നു. അങ്ങനെ പല ഘടകങ്ങളും ഇതിൽ കാണാൻ സാധിച്ചു. ഇത് ശരിക്കും പറഞ്ഞ വേണ്ട അല്ല, അത് അങ്ങനെ ചില പ്ലസ് പോയിന്റ് ഒക്കെ എബിക്ക് ഉണ്ടായി. എബി ഇനി മത്സരിക്കില്ല, അവന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ മത്സരിക്കാം. ഈ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. പക്ഷെ അത് മാറിയിരുന്നു, ശ്ലാഘനീയമാണ്. അതുപോലെ ഇപ്പൊ ഞാൻ പറയാം, എന്നെ പോലെ ഉള്ള ആളുകൾ 64 വയസ്സിലുള്ള ഇതിലേക്ക് വരണത് മുമ്പേ പറഞ്ഞ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. അതെ, അതൊക്കെ ഉണ്ടായി. ആരും എന്നെ ക്ഷണിച്ചിട്ടില്ല ഇതുവരെ. ചന്ദ്രമായോ ഈ വാർഡിലും മത്സരിക്കുന്നു പറഞ്ഞിട്ടില്ല. എന്റെ ഭാര്യയെ ക്ഷണിച്ചിരുന്നു, എന്റെ ഭാര്യ അതിന് സമ്മതം മൂളിയില്ല. ആദ്യം സമ്മതിച്ചു, പിന്നെ പറയാൻ എനിക്ക് പറ്റില്ല പറഞ്ഞു. അങ്ങനെയൊക്കെ ഇതിലൊക്കെ ഒരു നിലപാട് കൃത്യമായിട്ടുണ്ട്. ഈ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള വിജയങ്ങൾ പുതിയ തലമുറയെ വളർത്തി കൊണ്ടുവരേണ്ടത് ചാലക്കുടിയിൽ UDF ഒരു ആവശ്യം തന്നെയാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, റിബലുകളായി മത്സരിച്ച പലരും വളരെ കഴിവുകളും ഐഡിയാസ് ഉള്ള ആളുകളാണ്. ഇപ്പൊ നമ്മുടെ വെട്ടുകട് വാർഡ് മത്സരിച്ച ഡെന്നി മൂത്താട്, അയാൾക്ക് ഒരുപാട് ഏറ്റവും മനോഹരമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയ ഒരാളാണ് അയാൾ. അതുപോലെ ബിൽഫി ജോർജ്, ഇവരൊക്കെ പാർട്ടിക്ക് എതിരാക്കുന്ന രീതിയിലേക്ക്. അതുപോലെ ആര്യങ്കാല വാർഡിൽ നടന്ന സംഭവം, ഇതൊക്കെ ഒരിക്കലും പാടില്ലാത്തൊരു സംഭവമാണെന്ന് അല്ല അങ്ങേക്ക് തോന്നരുത്. അല്ല, അതിന്റെ പിന്നില് ഇപ്പൊ റിബൽ സ്വഭാവത്തില് മത്സരിക്കുന്ന ആളുകളുണ്ടല്ലോ. ഞാൻ പറയുന്നത് വെച്ചാല് അവരെ സ്ഥാനാർത്ഥിയാക്കേണ്ട ആളുകളെ സ്ഥാനാർത്ഥിയാക്കാത്തതിന്റെ കുഴപ്പങ്ങളുണ്ട്. അപ്പൊ അവര് സ്ഥാനാർത്ഥിയാണെങ്കിൽ റിബൽ ഉണ്ടാവില്ല. ഒന്ന് അതിന് ഇത് എന്നും ഇപ്പൊ ഞാൻ മത്സരിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യ മത്സരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ മത്സരിക്കുക, എന്റെ മോൻ മത്സരിക്കുക, ആ ഒരു ഇതിൽ പാടില്ല. ആവശ്യമില്ലാത്തൊരു പ്രവണതന് അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അത് എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞാല്, ഞാൻ ഇപ്പോ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി സംഘടന എബി ആയപ്പോഴും തോമസ് ആയപ്പോഴും സംഘടനാ ചുമതല 8 വർഷം സംഘടനാ ചുമതല ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പുതിയ ആള് പൈലപ്പം വന്നപ്പോ സംഘടനാ ചുമതല വേറെ ആൾ കൊടുത്തു. ഞാൻ ഒരു തർക്കം ഉണ്ടാക്കാനോ അതിനൊന്നുമില്ല. ഞാനിങ്ങോട്ട്
പതുക്കണ്ട് ഊരി ഇങ്ങോട്ട് പോകുന്നു. ഞാൻ എന്റെ പ്രവർത്തനം ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടായി. ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് ബാബുണ്, സൈക്കിൾ ബാബു, അവൻ ജോലി ചെയ്തിട്ട് അവന്റെ കുടുംബം ഇപ്പോഴും ജീവിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ ആള് കങ്ങാടന് ബൂത്ത് പ്രസിഡന്റ്, അവരൊക്കെ ഞാൻ വിടാറുണ്ട്. നിങ്ങൾ ജോലിക്ക് പോക്കോ, ജോലിക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി നിൽക്കണം, അല്ലെങ്കിൽ സാധനം ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഞാൻ എന്റെ വാർഡിൽ ഈ 400 വോട്ടിന്റെ മൈനസ് ഉണ്ടായിരുന്ന ഈ വാർഡിൽ ഇത്ര അധികം ഒരു ഇതിനെ ഓവർകം ചെയ്ത് ജയിക്കാൻ കഴിഞ്ഞത് അവരെ അശ്രാന്ത പരിശ്രമമാണ്. ഒരാള് രണ്ടാള് ഒരു ബൂത്തിലുണ്ടായാൽ അല്ലെങ്കിൽ ഒരു വാർഡിലുണ്ടായാൽ UDF കുറേ കൂടി ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ ഒരു 4-5 സീറ്റ് കൂടി കിട്ടിയാണ് ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും പഴയ രീതിയിൽ തന്നെ അത് അതിൽ കുറെ കുറവുകളുണ്ട്. അതിലിപ്പോ എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ പറ്റിയെങ്കിലും കുറച്ചൊക്കെ പരിഗണിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഇതില് എന്റെ അഭിപ്രായം 100% ആ മുസ്ലിം ലീഗിനെ ചോദിക്കുന്ന സീറ്റ് കൊടുക്കണതായിരുന്നു. ഞാൻ അവനെ കണ്ടു പറഞ്ഞു, എന്റെ പിന്തുണ നിങ്ങൾക്ക് കേട്ടോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ പ്രത്യേകിച്ച് ഞാൻ UDF കൺവീനർ അല്ലേ. UDF സംവിധാനം വരുമ്പോ അതെല്ലാവരും കൂടി അണിനിരത്തി ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ള അഭിപ്രായം ഉണ്ട് എനിക്ക് 100%. ഇത് അവരെ ചെറുപ്പക്കാര് കടന്നു വരണം. ജിയോ മത്സരിക്കുന്നത് എത്ര തവണയാ? ജിയോ മാറണം. അവിടെ വേറെ എത്ര ആളുണ്ട് ചെറുപ്പക്കാര്? അവിടെ ഇപ്പൊ ഡെന്നി മൂത്താറുണ്ട്, അതിന് വേറെ ഒരുത്തുണ്ട്, ആ ജയ്പാനുണ്ട്, അങ്ങനെ കുറെ ആളുകളൊക്കെ ഇല്ലേ, അവർക്കും വരണ്ടേ. മൂന്നാമത്തെ തവണയും അവൻ തന്നെ കൊടുത്തു. ആർക്ക്? ചാമളപ്പിൽ, ചാമളപ്പില്. അവിടെ ചെറുപ്പക്കാരനായിട്ട് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരനായിട്ടാവില്ലേ. അപ്പൊ അത് ഇടാൻ പാർട്ടിയിൽ ഒരുപാട് കുറവുകളുണ്ട്. ആ കുറവുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. അതുപോലെ പാർട്ടിയില് സത്യസന്ധരായിട്ടുള്ള കുറെ പ്രവർത്തകർ മാറി നിൽക്കുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന അയ്യലാൻഡോ അദ്ദേഹം ഈ പറഞ്ഞ മാതിരി പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതെ, അദ്ദേഹത്തിന് പാർട്ടിയിൽ അടുപ്പിക്കണ്ട. അദ്ദേഹം എപ്പോഴും പാർട്ടിയിൽ വരാനും പാർട്ടിയിൽ സ്ഥാനം വഹിക്കാനും അല്ലെങ്കിലും പാർട്ടിയിൽ ഒരു അംഗമായിട്ട് നിൽക്കാനൊക്കെ താല്പര്യമുള്ള ആളാ. അദ്ദേഹത്തിനെ അടുപ്പിച്ചില്ല. അതിൽ ഇവരെല്ലാവരും ഒന്നാ. ഞാൻ എന്റെ അഭിപ്രായത്തിൽ പാർട്ടി, അതായത് കോൺഗ്രസ് പാർട്ടി ക്ഷീണിച്ചു നിൽക്കുന്ന സമയമാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുമ്പോൾ. അപ്പൊ മുഴുവൻ ആളുകളെയും ഇതിലേക്ക് കൊണ്ടുപോകാൻ, ഇതിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും ചേർത്ത് നിർത്തിയിട്ട് അതിന് നേതൃത്വം കൊടുക്കണമെന്ന് ഇവിടുന്ന്, അല്ലാണ്ട് അവിടെ നിന്നല്ല. ഈ തെരഞ്ഞെടുപ്പ് ഇതിലേക്ക് വരുന്ന ആദ്യമായിട്ട് മത്സരിക്കുന്നതാണോ അത് മുൻപ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ ഇതുപോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളൊക്കെ മത്സരിച്ചില്ല? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞാൻ മത്സരിച്ചിട്ടില്ല. ഞാൻ ബാങ്കിൽ 3ാമത്തെ തവണയാണ് മത്സരിച്ചത്. ഈ ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിൽ 3 തവണ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ മത്സരിക്കാനുള്ള ആംബിയറില്ലാത്ത കാരണമാണ് ഞാൻ മത്സരിക്കാത്തതെന്നൊക്കെ പല എൻ്റെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ പറയുന്നതൊന്നും നോക്കിയിട്ടില്ല. അതൊന്നും എനിക്ക് വിഷയമല്ല. ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണണം, എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ എൻ്റെ ബുദ്ധിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അതിൽ ധൈര്യം, അതിനുള്ള എന്താ പറയാ ആത്മധൈര്യം എനിക്ക് അങ്ങനെ മത്സരിക്കാനൊക്കെ ഉണ്ട്. ആത്മധൈര്യമാണോ ശരിക്കും പറഞ്ഞ ഈ പറയുന്ന ഗാന്ധിനഗർ വാർഡ് തെരഞ്ഞെടുക്കാൻ? ശരിക്കും ഗാന്ധിനഗറിനോടുള്ള പ്രണയം? ഗാന്ധിനഗറിനോട് പ്രണയമൊന്നല്ല, അത് എനിക്ക് എൻ്റെതായ ചില എത്തിക്സൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ ഈ വാർഡിൽ നിന്ന്, ഞാനിപ്പോ UDF കൺവീനറാണ്, പാർട്ടിയിൽ ഉയർന്ന സ്ഥാനത്തിന്. എനിക്ക് ഏത് വാർഡ് വേണമെങ്കിൽ വേണം എന്ന് പറഞ്ഞാലൊക്കെ തരും. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കുറ്റിയും പറിച്ച് അവിടെ പോകുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മത്സരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ. അതിന്റെ പേരിലാണ് ഞാൻ ഈ വാർഡിൽ നിന്നും അപ്പുറത്തൊന്നും പോയിട്ട് ഇതിന് മുമ്പൊന്നും മത്സരിക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഞാനൊക്കെയാണ് ഇത് തീരുമാനിച്ചിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ പൈലപ്പനൊക്കെ പാർട്ടിയിൽ വരുന്നത് 1999-ലാണ്. അദ്ദേഹം വന്നപ്പോൾ തന്നെ ചെയർമാനാവുക ഉണ്ടായ. ആദ്യം UV തോമസിനെ കുറച്ച് 6 മാസം കാലമായി. അതെ, അതുപോലെ AP ഒക്കെ പറയുന്നത് ഈ അടുത്ത കാലത്താണ് പാർട്ടിയിൽ തന്നെ വന്നത്. ഞാൻ ഒന്നും കുറച്ച് കണ്ട് സംസാരിക്കലട്ടാ. അതല്ല, ഞാൻ അതിനേക്കാളൊക്കെ സീനിയർ ആയിട്ട് 95 ഇലക്ഷനിലെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നിട്ടാണ് തീരുമാനിച്ചിരുന്നത് അന്നൊക്കെ. ഞാൻ അതിലൊരു ചെറിയ ആള്. വലിയ ആളുകളായിട്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് CG ബാലേന്ദ്രൻ, UV തോമസ്, P അശോകൻ, MA ദേവസി എന്നൊക്കെ പറഞ്ഞ വലിയ പ്രമുഖന്മാരെ ഒപ്പം ഇരുന്ന് അങ്ങനെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ആളാണ്. അന്നൊക്കെ എനിക്കൊരു സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കിട്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും അതിനൊന്നും നിന്നില്ല. പിന്നീട് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടേക്ക് ആദ്യം അപ്പുറത്തെ വാർഡിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ഗുരു സ്റ്റീൽ ഫർണിച്ചറിന്റെ തൊട്ട് ലീഡറൊക്കെ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വീട് പണിത് ഇവിടേക്ക് താമസം മാറ്റിയത്. അപ്പൊ ഈ വാർഡിൽ തന്നെ മത്സരിക്കുള്ളൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ മറ്റ് ഇതിലൊന്നും മത്സരിക്കാൻ പോയില്ല. അങ്ങനെ ഇത്തവണ അവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ മത്സരിച്ചോളാം. ഇവിടെ മത്സരിക്കാൻ സാധാരണ ആളെ കിട്ടാറില്ല. ഏതെങ്കിലും ഒരു റെഡിമെയ്ഡ് ആളെ ഉണ്ടാക്കിയിട്ടാണ്. കാരണം അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടാവാറില്ല. അപ്പൊ ഇത്തവണ ഞാൻ പറഞ്ഞു ഞാൻ മത്സരിച്ചോളാം, ഇവിടെ വേറെ ആളെന്ന് അന്വേഷിക്കണ്ട. അങ്ങനെയാണ് ഞാൻ ഇവിടെ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം
തുടക്കത്തില് ഞങ്ങളത് എന്താ പറയാ അച്ചിലിട്ടാന്ന അല്ല എണ്ണയിട്ട യന്ത്രം പോലെ അച്ചുകളൊക്കെ നിരക്കി. അതായത് ഇപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് രണ്ട് ഉണ്ട്. ഒന്ന് ഷൂട്ടിംഗ് വർക്കുകൾ, അതിക്ക് മുന്നേ പ്രീ ഷൂട്ടിംഗ് വർക്ക്സുകളുണ്ട്. അങ്ങനെ ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് ചില പ്രീ ഇലക്ഷൻ വർക്ക്. തീർച്ചയായിട്ടും ആദ്യം എനിക്കിവിടെ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വോട്ടുകൾ ചേർക്കാനുണ്ട്, അതുപോലെ ഒരുപാട് വോട്ടുകൾ വെട്ടാനുണ്ട്. അതായത് ഇവിടുന്ന് കല്യാണം കഴിച്ച ഒരു 18 വർഷം പോലും ആയിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ ഇവിടെ എടുക്കണം. അവർക്ക് അവിടെ വോട്ടുണ്ട്. അതെ, എന്നിട്ടും അവർ അവിടെ വോട്ട് ചെയ്തതിനു ശേഷം ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത് കൈമ മഷിയൊക്കെ ഉണ്ടാവും. ആ മഷിയൊക്കെ എവിടെ പോകണം, എങ്ങനെ പോകണോ എന്നുള്ളതൊക്കെ എനിക്കറിയില്ല. പക്ഷെ ഇവിടെ പുറത്തുനിന്നുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ വോട്ട് ഇവിടെ ഇല്ലാത്ത ആളുകളെ വീട്ടിൽ പോയി അവരവരുടെ വീട്ടുകളിൽ പോയി അന്വേഷിച്ച് അവരെവിടേക്ക് കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ച് അവരുടെ വോട്ട് വെട്ടൽ പ്രക്രിയ ആണ് നടന്നത്. അതിനുശേഷം ചേർക്കൽ പ്രക്രിയയും ഒരാളെ പോലും ഞാൻ ചേർക്കാതിരുന്നിട്ടില്ല. അതിപ്പോ പാർട്ടിയുടെ മാത്രം ആളുകളല്ല, പാർട്ടിക്ക് അതീതമായിട്ട് ഈ വാർഡിൽ ആരൊക്കെ ചേരാനുണ്ടോ അവരെ മുഴുവൻ ഞാൻ ചേർക്കും. ഇല്ലില്ല, അത് നോക്കിയിട്ടില്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്താൽ മതി. ഇവിടെ ആരും ചേർക്കാത്ത കാരണം ആരും എനിക്ക് വോട്ടില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ 200ഓളം വോട്ട് ഞാനാണ് ചേർത്തത്. ഏതാണ്ട് 200ഓളം വോട്ടുകൾ 200 സംതിങ് വോട്ടുകൾ ഒഴിവാക്കുകയും ചെയ്തു. അതിലിപ്പോ അവസാനം വന്നപ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വീട് മാറി വേറെ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളുടെ വോട്ട് വെട്ടിപ്പോയപ്പോ അവർ വീണ്ടും ഇവിടെ വന്ന് ചേരാൻ ശ്രമിച്ചു. അവിടെ ചേരാനല്ല ശ്രമിച്ചത്. അപ്പൊ അതിന് എന്തായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഇവിടുത്തെ സെക്രട്ടറിക്ക് ഉണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ ഉപരി ഒരു വാർഡിലെ സാഹചര്യം എന്താണെന്ന് OS ചന്ദ്രേട്ടൻ അവിടെ വീടുകളിൽ കയറി ഒരു മാഷെ പോലെ പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ വാർഡിലെ, ഈ ഗാന്ധിനഗർ വാർഡിലെ നിലവിലെ സാഹചര്യം എന്ത്, വികസനം എന്ത്, ഇത് ഓരോ കുടുംബങ്ങളിലും പോയിരുന്ന് അവരെ പഠിപ്പിക്കുന്നതിൽ ചന്ദ്രേട്ടൻ വിജയിച്ചു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു ആ വാർഡിന്റെ സ്ഥിതി, എന്തായിരുന്നു ചന്ദ്രേട്ടൻ ഒരു സ്റ്റൈലിലുള്ള ഈ പഠിപ്പിക്കൽ? അതായത് ഈ വാർഡ് എന്ന് പറഞ്ഞാൽ ആനമല ജംഗ്ഷൻ മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന വാർഡാണ്. ഇപ്പൊ ഈ കൂടപ്പുഴ ടെമ്പിൾ ഉണ്ടല്ലോ, അതിന്റെ ഇപ്പുറത്തുള്ള ഫാം റോഡിന്റെ പടിഞ്ഞാറ് ഭാഗം, അതുപോലെ പഴയ ഹൈവേയുടെ കിഴക്ക് ഭാഗം, അതുപോലെ ട്രാംവേയുടെ എന്താ പറയാ റൈറ്റ് സൈഡ്, അത് കഴിഞ്ഞ് നേരെ പോണത് നമ്മുടെ ഗാന്ധിനഗറിലേക്ക് പോണ്. അവിടുന്ന് ചുറ്റി ലെഫ്റ്റ് പോയിട്ട് അതിന്റെ റൈറ്റ് സൈഡായിട്ട് പള്ളി റോഡ് കൂടിയിട്ട് മനക്കുളം കൂടിയിട്ട് ഇത് വീണ്ടും ഈ ഫാം റോഡിലേക്ക് എത്തിച്ചേരാണ്. പിന്നെ ഓരോരുത്തർ നമ്മൾ പറയില്ല 52 പുര കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യം ഒരേപോലത്തെ വീടുകളായിരുന്നു. അതിൽ 19 വീട്ടുകാര് അത് അവർക്ക് കിട്ടിയ ആളുകളെ വിലക്ക് വാങ്ങിച്ചതാണ്. അതിന്റെ പേരിൽ അവർക്ക് ഇതിന് പട്ടയ അല്ലെങ്കിൽ തീറൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അല്ലാത്ത വീടുകളൊക്കെ പലതും പൊളിച്ചു പണിതിട്ടുണ്ട്. അന്നത്തെ 52 വീട് പോലെ അല്ല, ഒക്കെ പൊളിച്ചു പണിത് അത് ഒഴിച്ച് ഒരു വികസന പ്രവർത്തനങ്ങളും ഒരു വികസനം എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പൈസ ഉണ്ടായി, ഞാൻ എൻ്റെ വീട് പൊളിച്ചു നന്നാക്കി വലുതാക്കി പണിതു, ഒരു വികസനം എന്ന് പറയാൻ പറ്റില്ല. ഒരു വീടിന്റെ വികസനം എന്ന് പറയാം, അല്ലാണ്ടൊരു വികസനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ആകെ കമ്മ്യൂണിറ്റി ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ കൊണ്ടുവന്നത് ഒരു ഹൈമാസലൈറ്റ് കൊണ്ടുവന്നത് ഞാൻ MLA ആയിട്ടുള്ള അടുപ്പത്തിന്റെ പുറത്ത് വേണം എന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുവന്നുള്ളതാണ്. കൊണ്ടുവന്നപ്പോൾ അത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറെ കുസ്തിക്കുണ്ടായി. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, കാര്യം ഇപ്പൊ അവിടെ ആ സാധനം പ്രകാശിക്കുന്നുണ്ട്, അത് മതി നമുക്ക്. ഞാൻ MLA ഇറക്കിയിട്ട് ഈ കാന കാണിച്ചു കൊടുത്തു. ഈ കാന പണിതിട്ട് സ്ലാബ് ഇട്ടാൽ MLA നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വിടാം, നമുക്ക് അങ്ങോട്ട് പോകാം, ആ വണ്ടിക്ക് ഇങ്ങോട്ടും വന്നൂടെ. അത് കാരണം ഒരു 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് പാസ്സാക്കി തരണം, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ എന്നുള്ള നിലയ്ക്ക് ഞാൻ MLA പറഞ്ഞു. അപ്പൊ MLA പറഞ്ഞു നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുമ്പോൾ പിടിച്ചു കഴിഞ്ഞ് 25 തന്നില്ലെങ്കിലും അതിൽ 10 ലക്ഷം രൂപ MLA അനുവദിച്ചു തന്നു അവിടെ. അപ്പൊ അതിന്റെ AIS-ഉം TS ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ടെൻഡർ ക്ഷണിക്കാൻ മാത്രമേ വേണ്ടൂ. അത് ഞാൻ MLA പേരിൽ ബോർഡ് വെച്ചു, ഫ്ലെക്സ് വെച്ചു. അപ്പൊ അതിനെ ചവിട്ടി പിടിച്ചത് എനിക്ക് തോന്നുന്നത് അപ്പുറത്തെ കൗൺസിലർ ബിജി, കുറ്റം പറയുന്നല്ല കേട്ടാ, ഇപ്പുറത്തെ കൗൺസിലർ ഷൈജ, അവർ ആ ടെൻഡർ നടപടികൾ അവരല്ലേ അത് താല്പര്യത്തിൽ നടത്തല്ലേ, അത് നടത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു ദിവസം എന്നോട് ഇത്തിരി റാഷായിട്ട് മറ്റേ അവിടുത്തെ അന്നത്തെ പാരനാവാടിലെ കൗൺസിലർ സംസാരിച്ചു. എന്റെ ഫണ്ടിൽ നിന്ന് ഞാൻ ചെയ്തോളാം, നിങ്ങളുടെ MLA കൊണ്ട് എന്തിനാ ഇവിടെ കൊടുപ്പിച്ചതെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി അത് നിങ്ങൾക്ക് ഗുണമല്ലേ, നിങ്ങൾക്ക് വേറെ ആ ഫണ്ട് വേറെ കാര്യത്തിന് ഉപയോഗിക്കാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഇനി നമുക്ക് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ട് ഇരട്ടിയാക്കിയിട്ട് ഫണ്ട് കൊണ്ടുവരിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യും, അതിൽ തർക്കമൊന്നുമില്ല. ഇപ്പൊ ഈ MLA നമുക്ക് 10 ലക്ഷം രൂപ തന്നില്ലേ, അതുപോലെ MLA ഹൈമാസിലായിട്ട് കൊണ്ടുവന്നു. ഇത് ഇപ്പൊ ഞാൻ MLA പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ MLA ആയിട്ട് സംസാരിച്ച് പറഞ്ഞു 2 ഹൈമാസിലായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തരണം. അതുപോലെ ആ പാടം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാനകൾ ഒഴുകുന്നുണ്ട്, അവിടെയൊക്കെ സ്ലാബ് ഇടാനുള്ള ഫണ്ട് തരണം.
600 ചില്ലാൻ വോട്ടാണ് ഞാൻ കണക്കൂട്ടിയെടുത്തത്. എനിക്ക് ആ 623 ഓപ്പൺ ആയിട്ട് 623 വോട്ടാണ് ഞാൻ കണക്കൂട്ടിയെടുത്തത്. അതിൽ 100 വോട്ട് ഞാൻ തള്ളി കളഞ്ഞു. അപ്പൊ എത്ര വോട്ടുണ്ട്? 523. ആ 523 വോട്ടിന് ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഞാൻ 505 വോട്ട് കിട്ടിയുള്ളൂ. അപ്പൊ അതിലും ചെറിയ അടിയൊഴുക്കുകൾ വന്നിട്ടുണ്ട്. അതിലൊന്നും ഞാൻ പറയില്ല, എന്നാലും ജയിച്ചുല്ലോ. എന്തായാലും ഒരു 400 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം 200 ചില്ലാൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഈ ഷൈജ സുനിൽ ജയിക്കുന്നത്. റിബൽ സ്ഥാനാർത്ഥി 196 വോട്ടം കണ്ട് അവരും പിടിച്ചു. അപ്പൊ 400 വോട്ട് മൈനസ് ഉള്ള സ്ഥലത്താണ് മത്സരിക്കുന്നത്. അപ്പൊ അവിടെ ജയിക്കാന്നുള്ള കോൺഫിഡൻസ് എനിക്ക്, ഓവർ കോൺഫിഡൻസ് എന്നല്ല എങ്കിലും ജയിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരു സമയം പോലും അചഞ്ചലനായിട്ട് നിന്നില്ല. ഞാനവിടെ ആ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞാൻ ഡെസ്കിന് വെറുതെ താളിട്ടിട്ടാണ് അവിടെ ഇരുന്നത്. അജിതനൊക്കെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു, എനിക്കറിയാം. ഇതിന്റെ ഇലക്ഷന്റെ തലേ ദിവസം ചേട്ടന്റെ ഫോട്ടോ വെച്ചിരുന്ന വലിയൊരു ഫ്ലക്സ് അവിടെ കീറി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം നടന്നു. അത് കീറിയെന്ന് വെച്ചാൽ ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ ബന്ധപ്പെട്ട് പോലീസിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് ഞങ്ങൾ ഒരു കാരണവശാലും ഒരു ഫ്ലക്സും കീറില്ല. ഇല്ല. അതായത് ഇപ്പൊ അവര് അത് കീറിയപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തൊരു ചെയ്യാ, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു, ഇത് ശരിയല്ല, നിങ്ങൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞു. അത്രയല്ലാണ്ട് വേറെ നമ്മളൊന്നും ചെയ്തില്ല. അതേ ഈ മൂലയിൽ ഇരിക്കുന്നതാണ്, ഈ മൂല ആ ഇക്ബാൽ സാറിന്റെ വീടിന്റെ ഉള്ളിലായിരുന്നു, പുറത്തൊന്നല്ല വെച്ചിരുന്നത്. അതേപോലെ അവിടെ ഗാന്ധിനഗറിൽ നമ്മുടെ കുട്ടികളുടെ അംഗനവാടി അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് മുൻപേ പ്രചരണത്തിന്റെ ഇടയിൽ തന്നെ ഒരു വലിയ വിഷയം ലഡ്ഡു വിതരണം അവിടെ പോയി നിന്ന് ചെയ്തു. അവിടുത്തെ ടീച്ചർ അതിന് അനുബന്ധമായിട്ടുള്ള സഹകരണങ്ങൾ ചന്ദ്രനോട് ചെയ്തു. അങ്ങനെയൊന്നുമില്ല. ഞാൻ അതിലെ ഇലക്ഷൻ വർക്കിന്റെ ഭാഗമായിട്ട് അതിൽ പോകുമ്പോ കുട്ടികളൊക്കെ നെഹ്റുവിന്റെ ഉപ്പായം തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കതൊരു കൗതുകം തോന്നി. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഒരു 200 രൂപയ്ക്ക് ലഡു മേടിച്ച് ഈ കുട്ടികൾക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്റെ ശിശുദിന ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനും ഒന്ന് വിഷ് ചെയ്തു പോകുന്നു. അത്രേ ഉള്ളൂ. അവിടെ വോട്ട് ചോദിക്കേ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ അത് ഒരു കുട്ടി ഇത് വീഡിയോയിൽ പകർത്തി അത് സ്റ്റാറ്റസ് ആയിട്ട് വന്നു എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, സ്റ്റാറ്റസ് ആയി വന്നു. അതിന് പോയിട്ട് ഇപ്പൊ അജിതൻ ഉൾപ്പെടെയുള്ള ആളുകൾ കളക്ടർക്ക് പെറ്റീഷൻ കൊടുത്തു. അങ്ങനെ കുറെ പുലിമാലകളൊക്കെ ഉണ്ടായി. ഇതിന് ശേഷം ഈ ടീച്ചറെ വീട്ടില് അന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞെന്ന് പോയിട്ട് തെറി പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനൊക്കെ കുറിച്ചൊക്കെ ഇപ്പൊ ഈ ചെയ്ത ആളെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, അപ്പൊ നീ പോയിട്ട് ആ റൈജുവിന്റെ ഭാര്യ ഷൈബിനെ നീ തെറി പറഞ്ഞതാ, അത് ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ അയാളെ കൊണ്ട് നിന്റെ വീട്ടിലേക്ക് വരാം, നിനക്ക് ഈ തല്ലിയെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അതിന് ഉത്തരമില്ല. അതങ്ങനെ അങ്ങനെ കാണൂല. പിന്നെ മുട്ടത്തിൽ ലിജുവിനെ നീ എന്തിനാ തല്ലിയെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്, അതിൽ ചേട്ടൻ അവിടെ ഉണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അത് വ്യക്തിപരം അല്ലേ, ആ ഇയാളെ നീ എന്തിനാ കൈ പിടിച്ച് തിരിച്ചേ എന്ന് വെച്ചു. അയാള് മുമ്പ് ഞങ്ങളുടെ ഏരിയ അല്ല മറ്റേ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അയാൾ അങ്ങനെ മറുപക്ഷത്ത് പോകാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നീ പോലീസാ അവിടുത്തെ, നിന്റെ പാർട്ടി പോലീസാ എന്ന് ചോദിച്ചു. അപ്പൊ അവന് മറുപടി ഇല്ല. ഞാൻ പറഞ്ഞു ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എനിക്ക് പരാതിയില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നീ വീട് പറവായോ, നിന്നോട് ആരും ഒന്നും ചെയ്യില്ല, നമുക്കത് സംസാരിക്കാം. ഞാനിപ്പോ എന്തായാലും നിയുക്ത കൗൺസിലറല്ലേ, ഞാൻ അതിന്റെ മര്യാദയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാലിക്കും, അതിൽ തർക്കമൊന്നുമില്ല, നീ വരാൻ പറഞ്ഞു. ഈ ആളെ വിട്ടില്ല, അജിതൻ. പിന്നെ അജിതൻ എന്നെ വിളിക്കണേ. ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ചേട്ടനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇല്ല. ഞാൻ ഇലക്ഷൻ കഴിയുമ്പോഴും ഒക്കെ സംസാരിക്കുന്നുണ്ട്, അജിത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, നമുക്ക് ചോദിച്ചു പോകണം, നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്, എനിക്കിതിലൊരു പരിചയമൊന്നുമില്ല, ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള പരിചയമൊന്നുമില്ല, നിങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം, ഇതൊക്കെ പറയാറുണ്ട്. അപ്പോഴും എന്നോട് ഇതുവരെ നല്ല രീതിയിൽ പെരുമാറിയില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ബൂത്ത്. ആ ബൂത്തിൽ കയറി വന്നിട്ട് ആ ബൂത്തിലിരിക്കുന്ന രാജേഷ് കങ്ങാടൻ എന്ന് പറയുന്ന ഹരിജൻ നേതാവ്, പാർട്ടിയുടെ മാത്രമല്ല അവ ഹരിജൻ സംഘടനയുടെ കൂടി നേതാവാണ്. അയാളെ തല്ലാനും മുല്ലാനും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആൾക്കാർക്ക് കൂടി വന്നു. അതിൽ നേതൃത്വം കൊടുത്ത ആൾ അബു എന്ന് പറഞ്ഞ കോഴി കച്ചവടക്കാരനാണ്. അത് കഴിഞ്ഞ് അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി വന്ന് അത് അങ്ങനെ അവസാനിച്ചു പോയി. ഇപ്പോ ചന്ദ്രേട്ടന് ആ സ്വന്തം വാർഡിലേക്ക് ഇറങ്ങി പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട്. സ്ഥിതിവിശേഷം വെച്ചാൽ എല്ലാവരും പറഞ്ഞ വെച്ചാൽ ഇറങ്ങരുതെന്ന് പറയണേ. അപ്പൊ ഞാൻ അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആളല്ല. ഞാൻ എല്ലാ വീട്ടിലും പോയി നന്ദി പറഞ്ഞു. ഇതൊക്കെ ഉള്ള സമയത്തും എല്ലാ വീട്ടിലും പോയി നന്ദി പറഞ്ഞു. പോലീസ് തന്നെ കുറെ ചീത്ത പറഞ്ഞു, ആരോട് ചോദിച്ചിട്ട് ഇറങ്ങി മറ്റാണ് ഉറച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ഇലക്ഷൻ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് ബലം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം ഒരു ഡോളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി എല്ലാ വീട്ടിലും പോയിട്ട് നന്ദി പറഞ്ഞു. പകുതി വന്നപ്പോൾ അത് നിർത്തി, പറ്റില്ല പറഞ്ഞു. പോലീസ് പറഞ്ഞു പറ്റില്ല പറഞ്ഞു. ഇവിടെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ 10-50 പോലീസുകാരുണ്ടായിരുന്നു, അത് നിർത്തി. അപ്പൊ ശരി സാറേ ഇത് ശരിയല്ലട്ടാ എന്ന് പറഞ്ഞ് ഞങ്ങള് അത് നിർത്തി. പിന്നെ ഞങ്ങൾ പോയിട്ട് നന്ദി പറയാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വീട് കയറാൻ പറ്റില്ല. അങ്ങനെ അവരവിടെ നിന്ന് ഞാൻ എല്ലാ വീട്ടിലും കയറി നന്ദി പറഞ്ഞു, എൻ്റെ ലഡും കൊടുത്ത് ഞങ്ങൾ പോവുകയുണ്ടായ. പക്ഷെ നാളെ ഇതുവരെ ഈ സമയം വരെ
പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. കാരണം കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ വിളിപ്പിക്കണ്ടേ, അങ്ങനെ വിളിപ്പിച്ച് കണ്ടില്ല. അവരാരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? അവര് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഇന്ന് CIനെ വിളിച്ചു. ഞാൻ പറഞ്ഞ പോലെ കേസ് എടുത്തിട്ടുണ്ടോ, അല്ല ഇരു കൂട്ടരും കേസ് എടുത്തിട്ടുണ്ടല്ലോ, ഇരു കൂട്ടരുടെ പേരിലും കേസ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു ഇതൊന്നും ഇതുവരെ ഉണ്ടായില്ലല്ലോ, പിന്നെ ഇങ്ങനെ അല്ല അതൊക്കെ ഇവിടെ വരുമ്പോ പറയാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കേസ് എടുക്കില്ല. മാത്രമല്ല ഈ ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ കഴിഞ്ഞെന്ന് രാത്രി എന്നാ അങ്ങോട്ട് വിളിക്കുന്നു പോലീസ്, നിങ്ങളുടെ ഫ്ലക്സ് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു വീട്ടിലെ ഒരു തൂണുമ, അവരുടെ വീട്ടില് അവരുടെ സമ്മതപ്രകാരം അവർ മേടിച്ച് കെട്ടിയ തൂണുമ കെട്ടിയ ഫ്ലക്സ്, ഞാൻ പറഞ്ഞു അത് അഴിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വലിയ ഫ്ലക്സ് നിൽക്കണ്ടല്ലോ സാറേ എന്ന് പറഞ്ഞു അതിൽ ചിരിച്ചോളൂ, അതിന് മറുപടി ഇല്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും തമ്മിലുള്ള വ്യത്യാസം അവിടെ കാണിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ പറയാം നാളെ ഈ സമയം അറിയും ഒരു കേസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ അറിവ്. അങ്ങയുടെ ഈ പ്രശ്നത്തിൽ ഒരു ജനപ്രതിനിധിക്ക് സ്വന്തം വാർഡിൽ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനം എങ്ങനെയായി ഒരു ജനപ്രതിനിധിക്ക് അങ്ങയുടെ വാർഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം, ഇത് മുൻപ് അങ്ങ് എൻ്റെ ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങയുടെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒന്ന് MLA ആയിട്ട്, ഒന്ന് ഇപ്പോൾ കഴിഞ്ഞ ചെയർമാനായിട്ട് ഷിബു ആലപ്പൻ്റെ അടുത്ത് ഞാൻ കാര്യം സംസാരിച്ചിരുന്നു. പിന്നെ CPM-ന്റെ പാർട്ടി നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ വിഷയം സംസാരിച്ചിരുന്നു. അങ്ങയുടെ പാർട്ടി വിഷയത്തിൽ എന്താണ് ഇപ്പൊ അങ്ങേക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അല്ല പാർട്ടിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പാർട്ടി പറയണെന്ന് വെച്ചാല് ജയിച്ചതല്ലേ, സംയമനം പാലിക്കുക. നമ്മൾ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത പാർട്ടിയുടെ ആൾക്കാരാണ്, അതുകൊണ്ട് ചന്ദ്രൻ സംയമനം പാലിക്കണം എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പൊ ഇത് ഇനിയും തുടരും എന്ന് പറയുന്ന, ഇനിയും തുടരും എന്നാണ് എന്നോട് അജിതം പറഞ്ഞത്, ഇനിയും തുടരും എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ജനങ്ങൾ അങ്ങോടൊപ്പം, അതെ ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട്, ജനങ്ങൾ എന്റെ കൂടെ ഉള്ള കാരണല്ലേ ജയിക്കും. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കണ്ണുകളിൽ ഭീതിയുടെ നിലപാടുകൾ. തീർച്ചയായിട്ടും CPM പോലുള്ള ഒരു ജനകീയമായി തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന CPM പോലുള്ള ഒരു പ്രസ്ഥാനം ഇപ്പൊ അങ്ങേക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മണ്ടത്തരല്ലേ? അതെ, അതിപ്പോ ഇന്ന് MLA-നെ ഇപ്പൊ ഞാൻ ഒരു മരിച്ച വീട്ടിൽ പോയി പറഞ്ഞല്ലോ, ഒരു മരിച്ച വീട്ടിൽ പോയപ്പോ MLA അവിടെ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അവിടുത്തെ അവസ്ഥയെ കുറിച്ച് MLA ഒന്ന് വിളിച്ച് ചോദിച്ചോ എന്ന് ഞാൻ MLA-യോട് ചോദിക്കണേ. MLA-ക്ക് IG മുതൽ ഇപ്പൊ ഇവിടെ IG മുതൽ SP DSP CI SI ഇവരൊക്കെ വിളിക്കാലോ, വിളിച്ചോന്ന് ചോദിച്ചപ്പോ പറഞ്ഞ ചേട്ടൻ സമാധാനിച്ചിരിക്കും, ഇതൊക്കെ അവർക്ക് ആ പാർട്ടിക്ക് എതിരായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ എതിരായിട്ട് വരും, ചേട്ടൻ ജയിച്ചാളല്ലേ സമാധാനപൂർവ്വം സഹിച്ചും സമചിത്തതയോട് കൂടിയിട്ട് ഇരിക്കാന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എന്നെ തല്ലേ കുഴപ്പമില്ല, എന്റെ അതും പാവപ്പെട്ട ആളുകള്, ഒരടിക്കില്ലാത്ത ആളുകളിന് കയറി തല്ലുന്നത്, ആരോഗ്യമുള്ളവരെ തല്ലട്ടെ. അല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ചന്ദ്രേട്ടന്റെ ഒരു ജീവിത വഴിത്താരെന്ന് പറഞ്ഞാൽ അങ്ങനെ വെല്ലുവിളികളൊക്കെ കണ്ട് മുട്ടുമടക്കിയ ഒരാളല്ല, പലതരത്തിലുള്ള വെല്ലുവിളി ജീവിതത്തിലൂടെ നേരിട്ടുണ്ട്. ഞാൻ ഇന്നലകളിലേക്ക് മടങ്ങി പോകാനായിട്ട് ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജ്വലിക്കുന്ന ഇന്നലകൾ അവിടെ ഉണ്ട്. ഞാൻ ഇന്നലകളിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞാല് ഞാൻ ഇന്ന് ഒരു ഭർത്താവാണ്, അച്ഛനാണ്, അമ്മാവനാണ്, അപ്പാപ്പനാണ്, അതുപോലെ എൻ്റെ മരുമക്കളുണ്ട്, അവരുടെ അച്ഛനാണ്. അങ്ങനെയൊക്കെ ആയിട്ട് തീരുമ്പോ അവർക്കൊന്നും ഈ അക്രമ പ്രവർത്തനങ്ങളിൽ വിശ്വാസം താല്പര്യമില്ല. അന്തിക്കാരൻ ശൈലിയിലേക്ക് വേണം. അതെ, ഞാനിപ്പോ അന്തിക്കാരൻ ശൈലി എന്നെ തല്ലിക്കോട്ടെ. അപ്പോൾ നമ്മൾ പറയില്ലേ പിണറായി വിജയൻ പറഞ്ഞില്ല അപ്പൊ തീപ്പന്താവെന്ന് പറഞ്ഞ പോലെ അതാവൂല്ലോ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പൊതുവെ ഇപ്പൊ UDF-ന് വീണ്ടും ഒരു തുടർഭരണം ലഭിച്ചിരിക്കുകയാണ് ചാലക്കുടി നഗരസഭയിൽ. പക്ഷെ ഇതിൽ ജനം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ വികസനങ്ങളെ ശരിക്കും പറഞ്ഞൊരു വിലയിരുത്തൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നഗരസഭാ ചെയർമാൻമാരായിട്ട് മത്സരിച്ച VO ആലപ്പൻ പരാജയപ്പെട്ടു, ഷിബു ആലപ്പൻ 4 വോട്ടിനാണ് ജയിച്ചത്. അതുപോലെ പല മേഖലകളിലും സാരഥ്യത്തിലുള്ള ആളുകളൊക്കെ പരാജയപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ഭരണത്തെക്കുറിച്ചും പ്രതിപക്ഷത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് ജനം വിലയിരുത്തി, പ്രതിപക്ഷ നേതാവ് പരാജയപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ജനം ശരിക്കും വിലയിരുത്തൽ നടന്നിട്ടുണ്ട്. UDF വീണ്ടും തുടർഭരണത്തിലേക്ക് വന്നിരിക്കുന്നു. ഏറെ ശ്രദ്ധിക്കാനില്ലേ വികസനം എന്ന് പറയുമ്പോൾ ചാലക്കുടി നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ വികസനത്തിലൊക്കെ കുറെ ശ്രദ്ധിക്കേണ്ടതുള്ളതല്ലേ? LDF മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തനത് പദ്ധതി ഞങ്ങളുള്ള കാലത്ത് കൊണ്ടുവന്ന പോലെ കൊണ്ടുവരാൻ സാധിച്ചോ? പല പദ്ധതികളും ഇപ്പോൾ മൊബൈൽ സേഫ്റ്റേജ് പ്ലാന്റ് പോലുള്ള 50 ലക്ഷം രൂപയുടെ വലിയ ബാധ്യത വരുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് ഒരു ഉപകാരം കിട്ടാത്ത രീതിയിലേക്ക് പോയി. പല സ്ഥലത്തും നഗരത്തിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗരവൽക്കരണം തന്നെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ അടിപ്പാത അങ്ങനെയൊക്കെയുള്ള ഗതാഗത തടസ്സങ്ങളൊക്കെ വേറെ. ചന്ദ്രന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ചന്ദ്രന്റെ കൗൺസിലറായി നഗരസഭയുടെ അകത്തുണ്ട്. ഈ ഒരു ഭരണ സമിതി മുന്നോട്ട് നയിക്കാനായിട്ട് അങ്ങയുടെ വാക്കുകൾ നിർണായകമാണ്. വികസനം എങ്ങനെയായിരിക്കണം? UDF കൗൺസിലർമാർ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടവരല്ലേ? അതുപോലെ തന്നെ UDF തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ഇവിടുത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ വാർഡിലെ മാത്രം കാര്യം പറഞ്ഞു. ഇതിലെ മൊത്തം എന്തായാലും ഇപ്പൊ ഞാൻ MLA ഉണ്ട്, MP ഉണ്ട്. MLA-ക്ക് ഒരു കൊല്ലത്തിൽ 5 കോടി രൂപ ആസ്തി വികസന ഫണ്ട് ഉണ്ട്. അതേപോലെ തന്നെ MP-ക്ക് ഉണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. അവർ ആ ഫണ്ടും നമ്മൾക്ക് തനത് ഫണ്ടും ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നുണ്ടൊക്കെ കാര്യങ്ങളും നടക്കുള്ളൂ. പക്ഷെ നമുക്ക് നാളെ എന്ന് പറഞ്ഞാല് ഭരണം UDF-ന് കേരളത്തിൽ ഭരണം ലഭിക്കുകയാണെങ്കിൽ
നമുക്ക് അല്ലാത്ത കുറെ പദ്ധതികൾ കൊണ്ടുവരാം. അത് ഗവൺമെന്റ്, അത് MLA വിചാരിച്ചാൽ അതിന് MLAക്ക് ഞങ്ങളെല്ലാവരും പിന്തുണ കൊടുക്കും. ഇപ്പൊ എനിക്ക് രമേശ് ചെന്നിത്തലയിൽ സ്വാധീനമുണ്ട്, മറ്റുള്ള ആളുകൾക്ക് VD സതീശനിൽ സ്വാധീനമുണ്ട്, മറ്റുള്ള ആളുകൾക്ക് KC വേണുഗോപാലിന് സ്വാധീനമുണ്ട്. എല്ലാവരും സ്വാധീനവും നമ്മളുടെ ഈ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ പട്ടണത്തിലും അതുപോലെ ഗ്രാമപ്രദേശങ്ങൾ വേണ്ടല്ലോ, ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ അത് വേണ്ട രീതിയിൽ ഒരു പൈസ പോലും എന്താ പറയാ ലാപ്സാക്കണ്ട് ചെയ്യണം, അത് ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സമാന ചിന്താധികാരായ എല്ലാ ആളുകളും ചേർത്ത് നിർത്തേണ്ടതായിരുന്നു. ഈ ആശയം ഉൾക്കൊള്ളുന്ന എല്ലാവരും ഒന്ന് ചേർക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും അത് വളരെ ആവശ്യമായ ഒരു സംഭവമായിരുന്നു. അതെ, അങ്ങനെ എല്ലാവരും ഒരാളും പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, എല്ലാവരും കൂടി ചേർന്നല്ലേ പാർട്ടി. അതെ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, മഴയത്ത് വിശാലമായ എല്ലാവരും ചേർത്ത്. അതെ അതെ, എല്ലാവരും ചേർത്ത് നിർത്തിയാൽ ഈ പാർട്ടി ഒന്നും ശക്തിയായിട്ട് തന്നെ. നമുക്കറിയാം ഇവിടെ ഈ 1000 ജില്ലാ വോട്ടിന് ജയിക്കേണ്ട ഒരു MLA സ്ഥാനമല്ല ഇവിടെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഇവിടെ 12,000 ജില്ലാ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ ജയിക്കാറ്. അതിവിടെ മിനിമം ഇവിടെ ഈ വോട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ സാമ്പത്തിക ലക്ഷ്മണൻ മത്സരിക്കുന്ന സമയത്ത് 12,000 ജില്ലാ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് അവർ ഇവിടെ ജയിക്കുകയും ചെയ്തു, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് തോൽക്കുകയും ചെയ്തു. അന്ന് തോറ്റത് 15,515 വോട്ടാണ് BD ദേവസ്വയുടെ ആയി നോക്കുന്നത്. പിന്നീട് BD ദേവസ്വം ഇവിടെ ജയിക്കുന്ന 2,000 ജില്ലാ വോട്ടിനാണ് തോറ്റു. അന്ന് ഒരു ഇതൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ കുറെ ആളുകൾ കുപ്രചരണങ്ങളുണ്ട്, അത് ശരിയല്ല. ഇപ്പൊ ആളൂർ പഞ്ചായത്തിൽ 42 വർഷം CPM വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസ് ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും എന്റെ ഓർമ്മയിലില്ല, ചേട്ടൻ്റെ ഓർമ്മയിലുണ്ടെന്ന്, ഇതുവരെയായിട്ടും 52 ഉന്നതിയിൽ ഒരു ത്രിവർണ്ണ പതാക പാറുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങയുടെ വിജയം അത് ഭയങ്കര, അതുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങേക്ക് അർഹമായിട്ടുള്ള ഒരു പരിഗണന കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അതായത് നമ്മൾ മീഡിയയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഈ നമ്മളുടെ ഇപ്പൊ ഈ സ്വർണ്ണപ്പാളി വിവാദം അല്ലെങ്കിൽ മറ്റ് ഇതിന്റെ പിണറായി വിജയന്റെ ഡ്രോപ്പ് ബാക്കുകളൊക്കെ ഈ 52 കേസില്ല, 52 കേസില്ല. അത് കറക്റ്റ്. വളരെ പ്രധാനം ഈ സംഭവങ്ങൾ അവിടെ അതാണ് സംഭവം. അത് അങ്ങയുടെ വ്യക്തിത്വത്തിന് കിട്ടിയ സംഭവം. ചാലക്കുടി നഗരസഭയിലെ UDF ഭരണസമിതിയിലെ സൂപ്പർ സ്റ്റാർ നെപ്പോളിയൻ ചന്ദ്രേട്ടൻ, OS ചന്ദ്രേട്ടൻ അല്ല, നെപ്പോളിയൻ ചന്ദ്രേട്ടൻ. ഒരു കാര്യം തുറന്നു പറയാം, തല്ലിയും അടിച്ചും മർദ്ദിച്ചും ഒന്നുമല്ല ജനഹൃദയങ്ങളിൽ സ്ഥാനം കിട്ടേണ്ടത്. സ്ഥാനം കിട്ടണമെങ്കിൽ തല്ലിയും അടിച്ചും ഒന്നും കിട്ടില്ല. അത് ഒട്ടനവധി, നമ്മുടെ തൊട്ടടുത്തുള്ള മേലൂർ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും ചന്ദ്രേട്ടൻ ഇപ്പോൾ ഈ 15-ാം വാർഡിലെ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുക, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ജനം വിലയിരുത്തട്ടെ. തെരഞ്ഞെടുപ്പുകൾ ഇനി വരാനിരിക്കുന്നതാണല്ലോ. അങ്ങനെ ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജനാധിപത്യ രീതിയും സാഹചര്യവുമാണ് ചാലക്കുടിക്ക് വേണ്ടത്. ഇത് കണ്ണൂരല്ല, ഇത് ചാലക്കുടിയാണ്, മേലൂരല്ല, ഇത് ചാലക്കുടിയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മറ്റൊന്ന്, UDF കുറേയും കൂടിയും ഇനിയും ഒരു കെട്ടുറപ്പോടുകൂടി പോകണം. വികസന കാഴ്ചപ്പാടുകളോടുകൂടി ഒരു ഇടപെടൽ ചാലക്കുടിയിൽ ഉണ്ടാകണം. നമ്മുടെ വാശിയും നമ്മുടെ അഹങ്കാരവും ധാർഷ്ട്യവും ഒന്നല്ല തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയായിട്ട് മാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എൻ്റെ അടുത്ത് എത്തുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കാരണം. ചെറുപ്പക്കാർ കൂടുതലായിട്ട് നമ്മുടെ UDFിലേക്ക് കടന്നു വരണം. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ. എന്തായിരുന്നാലും OS ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഈ ജനപ്രതിനിധിക്ക്, ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിന്, നെപ്പോളിയൻ ചന്ദ്രേട്ടന് ജയഫേസ് മീഡിയയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും നേരെയാണ്. ഒരു കാരണവശാലും പേടിക്കേണ്ട, ജനങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. അങ്ങ് തീർച്ചയായിട്ടും ജനകീയ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. അങ്ങ് സൂപ്പർ സ്റ്റാർ ആണ് ജനഹൃദയങ്ങളിൽ. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്.